This performance is a work of fiction. All names, characters, places, and events are imagined or used fictitiously. Any resemblance to real persons, living, or actual events is purely coincidental. Inspired by cultural traditions, memory, and imagination, this production contains intense atmospheric sequences, stylized depictions of violence that may not be suitable for young audiences. Viewer discretion is advised. Parental guidance is recommended. ഹലോ 93.5 FM, ഞാൻ നിങ്ങളുടെ RJ വിജയ്. ഇന്ന് ഓഗസ്റ്റ് 2. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? ജോർജ് കുട്ടി ധ്യാനത്തിന് പോയ ദിവസം എന്നല്ലേ? അല്ല, ഇന്നാണ് വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എവ്രിവൺ. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ ഓർമ്മയുണ്ടോ? എന്നായിരുന്നു നിങ്ങൾ അവസാനമായി ഒന്ന് കൂടിയത്? ഹലോ കിരൺ, നിന്റെ ഫ്ലൈറ്റ് 2:30 തന്നെയല്ലേ? ചേഞ്ച് ഒന്നുമില്ലല്ലോ? അതെ അതെ, ഒന്ന് കൺഫേം ചെയ്യട്ടെ. അർജുൻ, നിന്റെയോ? 3:30 ലാൻഡ് ചെയ്യും. ഓ, വീഡിയോ കോൾ ആയിരുന്നോ? ഒരു മിനിറ്റ്. ആഹാ, അപ്പൊ ഒറ്റ ട്രിപ്പ് വന്നാൽ മതിയല്ലോ. നീ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. എന്താ അർജുനെ, മൊത്തത്തിലൊരു ശോകാവസ്ഥയാണല്ലോ. താടിയൊക്കെ വെച്ച്. അങ്ങനൊന്നും ഇല്ലടാ, 20 വർഷമായില്ലേ ഞാനിവിടെ തന്നെ. അമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലണ്ടേന്ന് ആലോചിക്കുമ്പോ ഒരു ടെൻഷൻ. ആ, അത് ഞാൻ ചോദിക്കാൻ മറന്നു. അമ്മ പോയത് പിന്നെ വീട്ടിലിപ്പോ ആരാ താമസം? അച്ഛനും വല്യമ്മാവനും. അമ്മാവെന്ന് വെച്ചാ കേശവപുരത്തുള്ള? അതെ, നമ്മുടെ കവടിയമ്മാവൻ തന്നെ. ആ ബെസ്റ്റ്. അവർ രണ്ടുപേരും കൂടി ആ തറവാട്ടിൽ തന്നെയാണോ? അതെ. ഹോ, നിന്റെ അച്ഛന്റെ ഒരു അവസ്ഥ. അതിനൊക്കെ നമ്മള് സ്റ്റഡി ലീവിന് വരുമ്പോൾ പുള്ളി പോകണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മ പോയിട്ടുണ്ട്. ആ കാടും കാവും കുളവും അവിടുത്തെ മാവും വെറും നൊസ്റ്റാൾജിയ ആൻഡ് റൊമാൻറ്റിഫിക്കേഷൻ. ആ, അത് പറഞ്ഞപ്പോഴാണ് പൂവത്തൂർ വഴി വരണ്ടെന്ന് വല്യമാവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കവടിയമ്മാവനല്ലേ? ചെറുവള്ളിക്കാവ് പേടിച്ചിട്ടായിരിക്കും. ഇപ്പോഴും ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ? അളിയന്മാരെ, ഹെഡ് ഓഫീസിൽ നിന്ന് വിളി വന്നു. ഞാൻ വെക്കണേ, അപ്പോൾ ഉടനെ കാണാം. ഓക്കെ, ബൈ. അപ്പൊ ശരിയെന്നാ. ഓ, ജസ്റ്റ് രക്ഷപ്പെട്ടു. അർജുനെ, നീ ഓക്കെ അല്ലേ? ശേ, അമ്മാവൻ അപ്പോഴേ പറഞ്ഞതാ ഈ വഴി വരണ്ടെന്ന്. നാശം, എന്തൊരു മഴയാണ്. മഴയ്ക്ക് ഇപ്പം അങ്ങനെ നേരവും കാലമൊന്നുമില്ല. നീ വാ, നമുക്ക് ആ മരം മാറ്റിയിടാം. ഇത് എപ്പോൾ ശരിയാക്കി തരാം. അതേടാ, ഇപ്പൊ ശരിയാക്കാം. മോനെ അർജുനെ, ആ ചെറിയ സ്പാനറിങ് എടുക്ക്. ആഹാ, നീ അവിടെ മഴയൊക്കെ കൊണ്ട് നിൽക്കണ. എത്ര വർഷമായി ഈ മഴയൊക്കെ കൊണ്ടിട്ട്. ആരാ അവിടെ? ഹലോ, എന്താ ഈ സമയത്ത്? ചേട്ടാ, എനിക്ക് തോന്നുന്നത് എനിക്ക് വഴി തെറ്റിയെന്നാണ്. പോരാത്തതിന് എൻ്റെ വണ്ടി ആ ചെളിയിൽ സ്റ്റക്കായി. ഓ, അത്രേ ഉള്ളോ? നമുക്കിപ്പം ശരിയാക്കാം. മൊയ്തീനെ, അല്ല കിരണേ, മിക്കവാറും സ്പാനർ വേണ്ടി വരും. അളിയാ, ഇത് മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് നോക്കാം. നിങ്ങളത് മാറ്റുമ്പോഴേക്കും ഞാൻ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. വെറുതെ സമയം കളയണ്ടല്ലോ. കുട്ടി ഏതാ? എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ചാൻസ് ഇല്ല ചേട്ടാ, ഞാൻ അക്കരെ മേലാറ്റൂരാണ് വീട്. മേലാറ്റൂർ ജംഗ്ഷനിൽ നിന്നും എങ്ങോട്ടാണ് പോകേണ്ടത്? അയ്യോ, എങ്ങോട്ടും പോകണ്ട, ജംഗ്ഷനിൽ തന്നെയാണ്. അവിടെ ആ കടയില്ലേ,
സന്തോഷ് ബേക്കറി അതിന്റെ പുറകിലായി. അതിപ്പോഴും അവിടെ ഉണ്ടോ? അർജുൻ, അർജുൻ, ഇവനിത് എവിടെ പോയി കിടക്കുകയാണ്? നമ്മുടെ അർജുന്റെ മൊബൈൽ ഫോണല്ലേ ഇത്? പണി കാളിയാ. കിരൺ, നീ വേഗം വണ്ടി കയറിക്കോ. ഇത് ചെറുവള്ളിക്കാവാണെന്ന് തോന്നുന്നു. പൂവത്തൂർ വഴി വരണ്ടെന്നല്ലേ അമ്മാവൻ പറഞ്ഞത്? അഷ്ടദിക് പ്രപഞ്ചാധിപനാം മഹേശ്വര, കൈലാസനാഥ കാത്തുകൊള്ളണേ. ഒരു ഇളങ്കാറ്റ് പോലുമില്ലാതെ തുളസിത്തറയിലെ ഈ വിളക്ക് കെട്ടിരിക്കുന്നു. ഇതെന്തോ ദുർനിമിത്തമാണ്. ഈശ്വര, കുട്ടികൾ ഇതുവരെ എത്തിയില്ലല്ലോ. മാധവ, മാധവ, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? പ്രകൃതി മുഴുവൻ ശ്വാസം പിടിച്ച് നിൽക്കുന്നത് പോലെ എനിക്കങ്ങോട്ട് എന്താണെന്നറിയില്ല. ഇതൊരു സാധാരണ രാത്രിയല്ലല്ലോ മാധവ. അതൊക്കെ ഏട്ടാ ഓരോ തോന്നലാണ്. അർജുനെ കൂട്ടാൻ പോയവർ ഇതുവരെ എത്തിയില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മാഷേ, മാഷേ, അർജുനെ കാണാനില്ല. കാണാനില്ലെന്നോ? മാഷേ, ഞങ്ങൾ വരണ വഴിയില് ഞങ്ങൾ മറ്റേ ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് വന്നത്. എന്നാ വഴിയിലൊരു മരം വീണ് കിടക്കുന്നു. എന്നിട്ട് അത് മാറ്റാൻ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി. പെൺകുട്ടിയോ? അതെ, ഒരു പെൺകുട്ടി. അതിന്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ അർജുൻ അവളുടെ കൂടെ പോയി. അപ്പൊ നിങ്ങളോ? ഞങ്ങൾ മരം മാറ്റി വന്നപ്പോഴേക്കും ആ കുട്ടിയെയും അർജുനെയും കാണാനില്ല. പിന്നെ മനസ്സിലായത് അത് ചെറുവള്ളിക്കാവിലെ സൈഡിലുള്ള റോഡാണെന്ന്. ഇരുട്ടത്തെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്ത്? ആ ചെറുവള്ളിക്കാവോ? ചതിച്ചല്ലോ ഭഗവാനെ. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അതവളാ. ആ വാഹനം മന്ത്രക്കുരുക്ക് പൊട്ടിച്ച് അവള് പുറത്തു വന്നിരിക്കുന്നു. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? സാധാരണ മനുഷ്യർ വിചാരിച്ചാൽ അർജുനെ രക്ഷിക്കാൻ കഴിയില്ല. എന്റെ മകൻ എന്തു പറ്റിയെന്ന് അറിയില്ല. ഇനി അവനെ രക്ഷിക്കാൻ മന്ത്രവാദികളെ വിളിക്കണമായിരിക്കും. അതെ, അല്ലാതെ വേറെ വഴിയില്ല. അമ്മാവാ, നമ്മുടെ അർജുൻ. അമ്മാവൻ എന്തേ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
20 വർഷങ്ങൾക്ക് മുമ്പ് ചോറോട്ടത്തെ നമ്പൂതിരിപ്പാടും കാളൂർ ബ്രഹ്മദത്തൻ കയ്യാളും ചേർന്നാണ് അവളെ ചെറുവള്ളിക്കാവിലെ ആ ഗുഹയിൽ കുടിയിരുത്തിയത്. അതിനുശേഷം ഈ ദേശത്തെ ആളുകൾ ആരും ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടില്ല. അതുകൊണ്ടാ പൂവത്തൂർ വഴി വരണ്ട എന്ന് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത്. എന്ത് ഭ്രാന്താണിത്? നാട്ടിലെ പോലീസിനെയൊക്കെ പിരിച്ചുവിട്ടിട്ട് ഇനി ആ പണി മന്ത്രവാദികളെ ഏൽപ്പിക്കണമായിരിക്കും. മാധവ, പോലീസ് എന്നല്ല പട്ടാളം വന്നാലും അർജുനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. മർത്യർക്ക് അപ്രാപ്യമായ നിഗൂഢ ശക്തിയാണത്. അർജുനെ രക്ഷിക്കാൻ ഇനി അവർക്ക് മാത്രമേ കഴിയൂ. ഭൈരവശക്തി സഹസ്രാര പത്മത്തിലെത്തിച്ച സാധകർ മരണത്തിന്റെ രൂക്ഷഗന്ധമുള്ള മഹേശ്വര വാസസ്ഥാനത്ത് ജന്മമെടുത്തവർ. ചിതാഭസ്മമാണ് അവരുടെ കവചം. അവൾ എത്ര ഉഗ്രരൂപിണിയായാലും അവർക്ക് മുന്നിൽ ഒരു നിഴൽ മാത്രമായിരിക്കും. അവർ പുറപ്പെട്ടിരിക്കുന്നു. അഘോരികൾ.